തിരുവനന്തപുരത്തെ 4 മണ്ഡലത്തിൽ നമ്മൾ ഉറപ്പായിട്ട് വിജയിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും ശക്തമായ സാന്നിധ്യവും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയമായിരിക്കും BJP. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് മത്സരിക്കുന്നത് CPM കോൺഗ്രസ്സാണ്. ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോണത്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് മൊത്തത്തിൽ അദ്ദേഹത്തിന് നല്ല പ്രതീക്ഷയുണ്ട്. അദ്ദേഹം വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് അവരെല്ലാവരും വിശ്വസിക്കും. പിണറായി സർക്കാരിന് തുടരാൻ 0 വട്ടപൂജ്യം ചാൻസാണ്. കാരണം 10 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച് അതേ മെഷീനറി തന്നെ ഞങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാണ് ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ എന്തെങ്കിലും ചെയ്തില്ല, അതെല്ലാം ചെയ്യാത്ത ആരാണെന്ന് എല്ലാവരും ജനങ്ങൾ അറിയും. യഥാർത്ഥവും വിശ്വാസവും പുലർത്തുന്നതും ഇന്ത്യയുടെ പരമാധികാരം. ജനങ്ങളുടെ ആവശ്യമാണ് മാറ്റം, ജനങ്ങളുടെ ആവശ്യമാണ് വികസനം. ഈ വിവാദ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരണമെന്നും അമിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥവും വിശ്വാസവും പുലർത്തുന്നതും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. വളരെ നല്ല മുന്നേറ്റമാണ് ഓരോ ദിവസവും BJPക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും BJPക്ക് MLA ഉണ്ടാകും. നല്ല ഏറ്റവും ശക്തമായ സാന്നിധ്യവും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയമായിരിക്കും BJPക്ക് ഇത്തവണ ഉണ്ടാവാൻ പോകുന്നത്. പ്രചാരണം എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് കഴിയുമ്പോൾ നോമിനേഷൻ കൊടുത്തു കഴിയും. അതിനു മുമ്പ് തന്നെ കൺവെൻഷനൊക്കെ ഏറെക്കുറെ എല്ലായിടത്തും പൂർത്തിയായി വരുന്നുണ്ട്. കുടുംബയോഗങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. സാധാരണ നന്നായിട്ട് നടത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. പാർട്ടി ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച് അതേ മെഷീനറി തന്നെ ഞങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മുമ്പിലാണ്. പിന്നെ ദേശീയ പാർട്ടി നേതൃത്വത്തിൻ്റെ വളരെ വലിയൊരു പിന്തുണ സഹായം ലഭിക്കുന്നുണ്ട്. കേന്ദ്ര നേതാക്കന്മാരൊക്കെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. അതൊക്കെ തന്നെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടുകയാണ് ജനങ്ങളുടെ. സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതോടുകൂടി BJP കളത്തിലിറങ്ങി അത്ഭുതം സൃഷ്ടിക്കും. BJP അതിനു മുമ്പ് തന്നെ കളത്തിലിറങ്ങി കഴിഞ്ഞു. ജില്ലാധ്യക്ഷൻ നോമിനേഷൻ എന്നാണ് കൊടുത്തതെങ്കിൽ അദ്ദേഹമൊക്കെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ പ്രവർത്തനത്തിലും പ്രചരണത്തിലും ഉണ്ട്. സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റായ അടുത്ത ആഴ്ചകളിൽ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് കേരളത്തിൽ കണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരളത്തിൽ BJP നല്ല മുന്നേറ്റം ഉണ്ടാക്കും. ഒരുപാട് സീറ്റുകൾ നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം താഴെത്തട്ടിൽ ഇറങ്ങുമ്പോൾ ഓരോ ആളുകളെ നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അവർ വോട്ട് ചെയ്യാൻ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. വർക്കിനിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും വിശ്വസിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ സംഘടനാപരമായി BJP വളരെ മുന്നിലാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ 4 മണ്ഡലത്തിൽ നമ്മൾ ഉറപ്പായിട്ട് വിജയിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ എല്ലാവരുടെയും ആഗ്രഹവും ഇഷ്ടവും ഒക്കെ തന്നെ ഞങ്ങളെല്ലാവരും ഈ 4 സീറ്റും ഞങ്ങൾ ഉറപ്പായിട്ട് പിടിക്കുന്നത് തന്നെയാണ്. വികസിത അനന്തപുരിയായിരുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച ആശയം. ആ ആശയത്തിന് ലഭിച്ച സ്വീകാര്യതയാണ് BJPക്ക് ലഭിച്ച കോർപ്പറേഷൻ ഭരണം. അപ്പോൾ വികസിത കേരളം എന്ന ആശയമാണ് ഇത്തവണ BJP. ആ വികസിത കേരളത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നു ഉറപ്പായിട്ടും. കാരണം വികസിത തിരുവനന്തപുരം നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ സെമി ഫൈനൽ ആയിട്ട് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ഭരണം നമ്മുടെ കയ്യിൽ വന്നത്. തീർച്ചയായിട്ടും വികസിത കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. കാരണം അതിന് നമ്മൾ ഇലക്ഷൻ വർക്കിനിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട്. ഓരോ ആളുകളുടെയും പ്രതികരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഭരണത്തിൽ വന്നാൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. നമ്മൾ ഭരണത്തിൽ വരും. ജനങ്ങൾ നമ്മൾക്ക് വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാന നിയമം ആണ് BJPയുടെ A++ മണ്ഡലം എന്ന രീതിയിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി അവിടെ ഉണ്ട്. നിയമത്തെ കൂട്ടണമെന്നാണ് സ്വീകരിച്ച് പറയുന്നത്. അപ്പോൾ നിയമത്തെ തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലാണ് നിയമം ഞങ്ങൾ 100% ഞങ്ങൾ വിജയിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആളുകളും ആഗ്രഹിക്കുകയാണ് നിയമത്ത് രാജീവ് ചന്ദ്രശേഖർജിയെ പോലെ ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റ് വരണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ പറയാതെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് മൊത്തത്തിൽ അദ്ദേഹത്തിന് നല്ല പ്രതീക്ഷയുണ്ട്. അദ്ദേഹം വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് അവരെല്ലാവരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമം ഞങ്ങളെ പിടിക്കുക തന്നെ ചെയ്യും. അത് മാനിഫെസ്റ്റോ ഉടൻ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ കൺവെൻഷനാണ്. മിക്കവാറും കൺവെൻഷൻ തന്നെയായിരിക്കും നമ്മുടെ മാനിഫെസ്റ്റോ പുറത്തു വരിക. അപ്പോൾ അതിലെല്ലാം ഉണ്ടായിരിക്കും. എന്തായാലും തിരുവനന്തപുരം ജനത ആഗ്രഹിക്കുന്ന നിയമം ജനത ആഗ്രഹിക്കുന്ന ഒരു മാനിഫെസ്റ്റോ തന്നെയായിരിക്കും നിയമത്ത്. അതുപോലെ കേരളത്തിൽ അതുപോലെ തന്നെ കേരള ജനത ആഗ്രഹിക്കുന്ന ഒരു മാനിഫെസ്റ്റോ തന്നെയായിരിക്കും.
മീഡിയ അവിടെയാണ് അവിടെ ആശയുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാട്ടിനെ മാറ്റാനും നാട്ടുകാരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനൊരു ഇലക്ഷനാണ്. നാടിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. ഇത് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്. ഇത് ജനങ്ങളാണ് ഇത് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യമാണ് മാറ്റം, ജനങ്ങളുടെ ആവശ്യമാണ് വികസനം. ഈ വിവാദ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരണമെന്നും അവരുടെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം, എത്രയോ സീറ്റിൽ BJP NDAക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടും എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഈ നേമത്തെ സാഹചര്യം എന്താണ്? നേമത്തെ ശക്തനായ ഒരു എതിരാളിയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവരെയും കാണുന്നത് ശക്തമായ എതിരാളികളായിട്ട് കാണുന്നു. അങ്ങനെ ഞാൻ താക്കോലോ പൂട്ടെടുത്തിട്ട് നടക്കുന്ന ആളല്ല. അതെല്ലാം തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. ആര് ജയിക്കും, ആര് തോൽക്കും, ആരാണ് ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ എന്തെങ്കിലും ചെയ്തില്ല, അതെല്ലാം ചെയ്യാത്ത ആരാണെന്ന് എല്ലാവരും ജനങ്ങൾ അറിയും. അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഞങ്ങളൊരു കാഴ്ചപ്പാട്. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്, കഴിവുണ്ടെന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നു. അത് ഞാനാണോ, കരമന ജയനാണോ, വട്ടിയൂർക്കാവ് ശീലേഖാജിയാണോ, കഴക്കൂട്ടത്തിൽ V മുരളീധരനാണോ, അങ്ങനെ 146 മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഞങ്ങൾ BDJസിൻ്റെയും NDAൻ്റെയും സ്ഥാനാർത്ഥികൾ എല്ലാം അതന്നെ പറഞ്ഞത്. വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വിവാദ രാഷ്ട്രീയം മാറ്റി ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു ലക്ഷ്യം മാത്രമല്ല, ഒരു ആഗ്രഹവും താല്പര്യമാണെന്ന് ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഒരു പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താവും ഇത്തവണ. അതിലൊരു സംശയമില്ലല്ലോ. ഇത് എന്നോട് എത്ര മാസം മുമ്പ് ചോദിച്ചാണല്ലോ. പിണറായി സർക്കാരിന് തുടരാൻ 0 വട്ടപൂജ്യം ചാൻസാണ്. കാരണം 10 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തു. എന്തു ചെയ്തില്ല എന്ന് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വരാനോ തുടരാനോ ഒരു സാധ്യത ഞാൻ കാണുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ജയനോട് ചോദിക്കും. നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ നാട്ടിൽ ഏറ്റവും നാണമില്ലാത്തൊരു പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി, ഏറ്റവും മോശമായി പെരുമാറുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എത്രയോ തവണ ഭരിക്കാൻ അവസരങ്ങൾ കിട്ടിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. 10 കൊല്ലം സെൻട്രൽ ഭരിച്ചു. അവിടെ ഭരിച്ചത് ആദ്യ പിന്തുണയോടാണ് CPM-ൻ്റെ. ഇവിടെ ഈ രാജ്യത്തിൽ 27 സംസ്ഥാനം 8 യൂണിയൻ ടെറിട്ടറീസിൽ മത്സരിക്കുന്നതും രാഷ്ട്രീയം ചെയ്യുന്നത് CPM-ൻ്റെ ഒപ്പമാണ് കോൺഗ്രസ് പാർട്ടി. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് മത്സരിക്കുന്നത് CPM-ഉം കോൺഗ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം മാത്രമല്ല, ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ 2 പാർട്ടിയും 2 അല്ല 1 ആണ്. ഇത് ജനങ്ങളുടെ മനസ്സിൽ കയറുന്നുണ്ട്. അതിൻ്റെ പേടി, അതിൻ്റെ ഒരു ഭയം, അതിൻ്റെ കാരണമാണ് ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ അവർ തുടങ്ങുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നു CPM ആണ് BJP-ൻ്റെ B ടീം. കോൺഗ്രസ് പറയുന്നു, അല്ല പിന്നെ CPM പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു കോൺഗ്രസ് ആണ് BJP-ൻ്റെ B ടീം. ഒന്ന് ആലോചിക്കൂ, ഇത് എന്തിനാണ് അവർ ചെയ്യുന്നത്? ഒരു സമുദായത്തിൻ്റെ വോട്ടിന് മാത്രമാണ് ഈ നാടകം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ആ സമുദായത്തിൻ്റെ വോട്ടിന് വേണ്ടി ഓരോരോ വിഡ്ഢിത്തരം പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം 2 പേരും നടത്തുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ജനങ്ങളുടെ മനസ്സിൽ ഈ CPM-ഉം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കാണുമ്പോൾ അവർ പറഞ്ഞത് എന്താണ്? മതിയായി, ഇനി മാറ്റം തുടങ്ങാം. അതാണ് BJP-യും NDAയും പറഞ്ഞത്.
ഓക്കെ ഓക്കെ. നമസ്കാരം. ഞങ്ങൾ വിജയിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ തുടങ്ങിയതാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ. ഞങ്ങൾ 101% ഞങ്ങൾ ജയിക്കും. തിരുവനന്തപുരം സിറ്റി ജില്ലയിൽ അന്നും പറയുന്നു, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുന്നു, രാജീവേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം നേതൃത്വം കൊടുക്കുന്ന NDA കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഞങ്ങൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. 100% ഞങ്ങൾക്ക് സിറ്റി ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളിലും താമരവിരിയും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞ സമയത്ത് നിങ്ങൾ പലരും പരിഹസിച്ചതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ പിടിക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ജനങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു, ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോണത്, കേരളത്തിന് സംഭവിക്കാൻ പോണത്. കോസ്റ്റലടക്കമുള്ള മേഖലകളിലേക്കുള്ളൊരു നിങ്ങൾ ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിലൊക്കെ കോസ്റ്റൽ ഏരിയ BJP ഇല്ലാതെ സത്യമാണ്. ഞാൻ ഇന്നലെ വെട്ടുകാട്, ശംഖുമുഖം, വലിയതുറയൊക്കെ പോയ സമയത്ത് അവിടെ 100 കണക്കിന് BJP പ്രവർത്തകരാണ് കോസ്റ്റൽ മേഖലയിലുള്ള പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. ഞങ്ങൾക്ക് കാര്യമായ വോട്ട് മുന്നേറ്റം നടത്താൻ സാധിച്ചു. ആ സ്ഥാനാർത്ഥികളൊക്കെ അവിടെ കടലിൻ്റെ മക്കളായിട്ടുള്ള ആ സ്ഥാനാർത്ഥികളൊക്കെ ഇന്ന് ശക്തമായി തന്നെ BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം ന്യൂനപക്ഷങ്ങളുടെ അംഗീകാരം ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 1-2 വർഷക്കാലമായി വളരെ കാര്യമായിട്ട് ഈ സമുദായങ്ങൾ BJPയോട് അടുപ്പം കാണിക്കുന്നുണ്ട്, അടുത്ത് ബന്ധം പുലർത്തുന്നുണ്ട്. അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ 2024 രാജീവേട്ടൻ ലോകസഭയിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ വലിയതുറ, നമ്മളെ ഈ കോസ്റ്റൽ ഏരിയയിൽ അവിടെ സന്ദർശിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം കൊടുത്തിട്ടുള്ള വാക്ക്, ഓരോ പരാതിയും നിവേദനങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായും ഇന്നും അദ്ദേഹം രാജീവേട്ടൻ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. BJPയുടെ ശക്തമായ സാന്നിധ്യം ആ മേഖലകളുണ്ട്. കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് നടന്ന കടലാക്രമണത്തിൽ BJP മാത്രമാണ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവിടെ എത്തിയിട്ടുള്ളത്. വേറെ ഒരു ആന്റണി രാജു എന്ന MLA അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അവരെ വോട്ട് വാങ്ങി MLA ആയ. അപ്പം അതുകൊണ്ട് കോസ്റ്റൽ മേഖലയാണ്, അതുകൊണ്ട് BJPക്ക് സാധ്യമല്ല, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കേരളത്തിൽ BJP കിട്ടില്ല, അതുകൊണ്ട് സാധ്യമല്ല എന്നുള്ള രീതിയും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ കണ്ടോ?